നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഇന്ന് നാം ചർച്ചാ വിഷയമായി പ്രതിപാദിക്കുന്ന ദിനം ഇന്ന് 1201 മിഥുനമാസം 1-ാം തീയതി, അതായത് 2026 ജൂൺ മാസം 16-ാം തീയതി ചൊവ്വാഴ്ച. പല പഞ്ചാംഗങ്ങളിലും മിഥുനമാസം 2-ാം തീയതി എന്ന് കാണും. പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ദൈവജ്ഞ പരിഷത്ത് ജ്യോതിഷികളുടെ സംഘടന പഞ്ചാംഗത്തിൽ ഇടവമാസം 32-ാം തീയതി വരെയുണ്ട്. ഇവിടെ മിഥുനമാസം 1-ാം തീയതി ഞങ്ങളുടെ പഞ്ചാംഗപ്രകാരം ഇന്നാകുന്നു. ഇന്ന് ജൂൺ 16 ആകുന്നു, മിഥുനം 1 ഇന്നത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:07 അസ്തമയം വൈകിട്ട് 6:44 ഇന്നത്തെ രാഹുകാലം ചൊവ്വാഴ്ച നിങ്ങൾക്കറിയാം, 3 മുതൽ 4:30 വരെയുള്ള സമയം. ഇന്നത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാകുന്നു. അമാവാസി കഴിഞ്ഞ് ചന്ദ്രൻ വെളുത്തപക്ഷത്തിലേക്ക് വരികയാണ്. പക്ഷേ വെളുത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ പ്രായണ ദുർബലമാണ് എന്നറിയുക. തിഥി ദുർബലമാണ്. തിഥിയെ കൊണ്ടാണ് സമ്പത്ത് ചിന്തിക്കുന്നത്. ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത. തിഥി ശ്രവിക്കുമ്പോൾ സമ്പത്തിനെയാണ് നാം ചിന്തിക്കേണ്ടത്. ഏതായാലും ഇന്നത്തെ ദിനം നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. മിഥുനമാസം 1-ാം തീയതിത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര വിദ്യ ദാനം ചെയ്യാൻ ഏറ്റവും നല്ല നക്ഷത്രമാണ്. ഇന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിദ്യ സ്വായത്തമാക്കണമെങ്കിൽ അതിന് ഏറ്റവും നല്ല ദിവസമാണ് ഇന്ന് ചൊവ്വാഴ്ച, തിരുവാതിര നക്ഷത്രം. പക്ഷേ പലരും ചൊവ്വാഴ്ച എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കും. പക്ഷേ പലപ്പോഴും വിദ്യ, ഉപദേശം എന്നൊരു മഹത്തായ ധർമ്മം ചൊവ്വാഗ്രഹത്തിനും പറഞ്ഞിട്ടുണ്ട്. ഉപദേശ മാന്ത്രിക കുശലേഹി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മാന്ത്രിക വിഷയങ്ങൾ അപ്രകാരം തന്നെ ഉപദേശിക്കുക, അധ്യാപനം എന്ന കല ചൊവ്വക്കും പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് കഠിനമായ വ്യായാമ മുറകൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ചൊവ്വാഴ്ച ദിനം വളരെ ഉത്തമമാണ്. ഏതായാലും ഇന്നത്തെ ദിവസം തിരുവാതിര നക്ഷത്രമാണ്. വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. അതിനാൽ മിഥുനമാസം 1-ാം തീയതി തന്നെ പലരും ഈ തിരുവാതിര നക്ഷത്രത്തിന് ശുഭകാര്യങ്ങളൊന്നും അനുഷ്ഠിക്കാൻ മുന്നോട്ട് പോകില്ല. തിരുവാതിര നക്ഷത്രം ചൊവ്വയുടെ രാഹുകാലം കഴിയുന്ന 3:4:30 വരെയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പുണർത്തം നക്ഷത്രമാണ്. പുണർത്തം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാം. ഇന്ന് വൈകിട്ട് 4 രാഹുകാലം കഴിഞ്ഞുള്ള സമയം, 4:40 മുതൽ 5:30 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കണ്ടെത്താവുന്നതാണ്. ഇന്ന് പ്രാർത്ഥന ചൊവ്വാഴ്ചയാണ്, തിരുവാതിര നക്ഷത്രമാണ്. അതിനാൽ എപ്പോഴും നാഗപ്രീതി വളരെ നല്ലത്. അപ്രകാരം തിരുവാതിര ശിവൻ്റെ നക്ഷത്രമാണ്. ശൈവമായ പ്രീതി വരുത്താം. ശിവക്ഷേത്രത്തിൽ പോകാം. നാഗക്ഷേത്രത്തിൽ ആയില്യപൂജ, സർപ്പൂലി ചെയ്യാം. കേരളത്തിന് വെളിയിലുള്ളവർക്ക് രാഹുകേതു അർച്ചന ചെയ്യാം നവഗ്രഹത്തിൽ. അപ്രകാരം സുബ്രഹ്മണ്യ പ്രീതിയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. നാഗങ്ങളുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്ന ദേവതയാണ് സുബ്രഹ്മണ്യം. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പൂജ ചെയ്യാം. നാഗരാജാവിന് വഴിപാടുകൾ ചെയ്യാം. കേരളത്തിൽ സുബ്രഹ്മണ്യനും നാഗവും വളരെ അടുത്തുള്ള ക്ഷേത്രമാണ് മണ്ണാർശാലയും ഹരിപ്പാടും. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ വെളിപ്പാട് അകലെ തന്നെ മണ്ണാർശാല ക്ഷേത്രവും നിൽക്കുന്നു. ഏതായാലും ഈ ഒരു മിഥുനമാസം വളരെ അനുകൂലമായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിട. നന്ദി, നമസ്തേ.